ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനെ കുറിച്ചാണ്. അതായത് നമ്മളെല്ലാവരും തന്നെ യു എയിൽ വന്ന് കഷ്ടപ്പെട്ട് ജോലിയൊക്കെ കണ്ടുപിടിക്കും. പക്ഷേ നമ്മളെല്ലാവരും അല്ല, മിക്കവരും തന്നെ മറന്നു പോകുന്ന ഒരു കാര്യമാണ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത് യു എയിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ അറ്റസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജോബ് പൊസിഷൻ, അതുപോലെ തന്നെ നമ്മുടെ സാലറി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ യു എയിൽ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെയധികം മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് സർട്ടിഫിക്കറ്റിലാണ് നമ്മൾ ഈ അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഏതാണോ അതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്യുന്നത്. ഇനി എന്തിനാണ് ഈ അറ്റസ്റ്റേഷൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സർട്ടിഫിക്കറ്റ് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അറ്റസ്റ്റേഷൻ നമ്മൾ ചെയ്യുന്നത്. അതും ഓരോ രാജ്യത്തിൻ്റെ റൂൾ അനുസരിച്ച് ആ അറ്റസ്റ്റേഷൻ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ യു എ റൂൾ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ യു എ അറ്റസ്റ്റേഷനും അതുപോലെ തന്നെ മൊഫ അറ്റസ്റ്റേഷനുമാണ് നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ചെയ്യേണ്ടത്. ഈ മൊഫ അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫൻസ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഈ അറ്റസ്റ്റേഷൻ ചെയ്യാനായിട്ട് നമുക്ക് 20 മുതൽ 25 ദിവസം വരെ സമയമെടുക്കും. അതുപോലെ തന്നെ ഈ അറ്റസ്റ്റേഷൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്. ഇനി അടുത്തതായിട്ടുള്ള അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത് യു എ എംബസി അറ്റസ്റ്റേഷനാണ്. ഈ അറ്റസ്റ്റേഷൻ ചെയ്യാൻ നമുക്ക് ഏകദേശം 10 ദിവസം വരെ സമയമെടുക്കും. അതുപോലെ തന്നെ ഈ അറ്റസ്റ്റേഷൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു പിങ്ക് കളറാണ്. അങ്ങനെ യു എയിൽ നമുക്ക് 2 അറ്റസ്റ്റേഷനാണുള്ളത്, ഒന്ന് മൊഫയും ഒന്ന് യു എയും. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നാട്ടിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ ഈ അറ്റസ്റ്റേഷൻ ചെയ്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം. കാരണം ഇവിടെ വന്ന് നമ്മൾ ജോലി അന്വേഷിക്കുമ്പോൾ നമുക്ക് ഈ മൊഫയും യു എ അറ്റസ്റ്റേഷനൊക്കെ ചെയ്ത് സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് വേറെ സ്ട്രഗിളോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നാട്ടിൽ നിന്ന് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ട്രാവൽ ഏജൻസിയിൽ കൊടുത്താൽ മതി. യു എയിലോട്ട് പോകാനാണെന്ന് പറഞ്ഞ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർ തന്നെ മൊഫ അറ്റസ്റ്റേഷനും യു എ അറ്റസ്റ്റേഷനും ചെയ്ത് ഏകദേശം ഒരു 25 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്നതായിരിക്കും. ഈ അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇഷ്യൂസ് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എമിറേറ്റ്സ് ഐ ഡി കിട്ടും. ആ എമിറേറ്റ്സ് ഐ ഡിയുടെ ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ ജോബ് പൊസിഷൻ കാണാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നായിരിക്കും നിങ്ങളുടെ പൊസിഷൻ വരുന്നത്. ഒരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടർ എന്നായിരിക്കും അതിൻ്റെ ബാക്ക് സൈഡിൽ പൊസിഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒന്നെങ്കിൽ വർക്കർ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ലേബർ, അങ്ങനെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലായിരിക്കും നിങ്ങളുടെ ജോബ് പൊസിഷൻ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാലറി വരെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ യു എയിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മാക്സിമം നിങ്ങൾ അറ്റസ്റ്റ് ചെയ്ത് തന്നെ യൂസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഫുൾ വാല്യൂ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഓക്കെ ഗൈസ്, ഏതായാലും നിങ്ങളുടെ എമിറേറ്റ്സ് ഐ ഡി എടുത്ത് അതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജോബ് പൊസിഷൻ എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഡൗട്ടൊക്കെ ആണെങ്കിൽ ഞാൻ സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ശരി ഗൈസ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.